കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കാറുടമ ഷജീറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നിലവിൽ UAE-യിലുള്ള ഷജീറിനെ ഉടൻ നാട്ടിലെത്തിക്കും. 10 മാസങ്ങൾക്ക് ശേഷമാണ് അപകടമുണ്ടാക്കിയ കാർ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ കോമയിലാണ്. സാനിയോ മനോമിയുണ്ട് വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ 9 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കാർ ഉടമയെ കണ്ടെത്തുന്നത്. കുഞ്ഞിന്റെ അവസ്ഥ അതീവ ദയനീയവുമാണ്. എന്താണ് നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ? 2024 ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ ഈ ദുരന്തമുണ്ടായത്. രാത്രി 9 മണിയോടെയായിരുന്നു ദുരന്തം ഉണ്ടായത്. കുഞ്ഞ് 9 വയസ്സുകാരിയായ ദൃശാന ആ സമയത്ത് വലിയ അപകടം പറ്റി. മുത്തശ്ശി ബേബിക്കും വലിയ അപകടം പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ബേബി തൽക്ഷണം മരിച്ചു. പിന്നീട് ദൃശാനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. കുട്ടി ഗുരുതരമായി പരിക്കേറ്റ കുട്ടിക്ക് കോമ അവസ്ഥയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളം കോമ അവസ്ഥയിൽ കഴിയുന്ന കുട്ടി മറ്റന്നാൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആരോഗ്യാവസ്ഥയിൽ വലിയ പുരോഗതിയൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. പക്ഷേ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ്. ആ കേസിലുള്ള വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് കുടുംബത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KL 18-1846 എന്ന നമ്പറിലുള്ള വാഹനമാണ്. ഷജീൽ എന്ന് പറയുന്ന പുറമേരി സ്വദേശിയുടേതാണ് ഈ വാഹനം. ഷജീൽ തന്നെയാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത്. ഷജീലും ഷജീലിൻ്റെ ബന്ധുക്കളും ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നു. കുഞ്ഞ് പുറകു സീറ്റിൽ നിന്നും മുൻപിലത്തെ സീറ്റിലേക്ക് മാറി ഇരിക്കണമെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഷജീലിന് ഒരു അല്പസമയത്തേക്ക് ശ്രദ്ധ തെറ്റിപ്പോയതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടാകാനുള്ള കാരണം ആയതെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഇൻഷുറൻസ് ക്ലെയിം അടക്കം ഇവർ ഈ വണ്ടിക്ക് മതിലിടിച്ചു എന്ന പേരിൽ വണ്ടിക്ക് ഇൻഷുറൻസ് ക്ലെയിം അടക്കം എടുക്കുകയും ചെയ്തു. അപകടശേഷം ഷജീൽ വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പിന്നീട് ഒരു CCTV ദൃശ്യങ്ങൾ പോലും ഈ സംഭവത്തിൻ്റെതായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ അങ്ങേയറ്റം കുഴക്കിയത്. സംഭവത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെടുകയും ചെയ്തു. അതിനുശേഷമാണ് വളരെ പണിപ്പെട്ട് പോലീസ് ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള കമ്പനികളിലടക്കം പരിശോധിച്ച് സ്പെയർ പാർട്സ് കടകളിലൊക്കെ പരിശോധിച്ചതിന് ശേഷം ഒരു സൂചന ലഭിക്കുകയും അങ്ങനെയാണ് ഈ അന്വേഷണത്തിലേക്ക്, ഈ കാർ കണ്ടെത്തുന്ന സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമെന്ന് പറയുമ്പോഴും ഒരു കുടുംബത്തിന് വലിയൊരു അനാഥത്വവും കുഞ്ഞ് കോമയിലാവുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ഷജീലിനെ UAE-യിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക എന്ന് പോലീസ് അറിയിച്ചു.